ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദനയാണ്. അപ്പൊ വേദ അത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് വിക്രത്തിനെ ഇറക്കാൻ. അപ്പൊ പോലീസുകാരെ എന്താ പറയാ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരു 10 മിനിറ്റ് സമയം തരും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, വിക്രത്തിനെ വിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അത് പിന്നെ മേഡം എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പക്ഷേ അതിനുള്ളിൽ അയാളെ പറഞ്ഞയച്ചില്ലെങ്കിൽ ഈ സ്റ്റേഷന് മുന്നിൽ നിന്ന് ഞാൻ ഒരു ലൈവ് അങ്ങ് പോകും എന്ന് പറഞ്ഞ വേദ വാശി പിടിക്കുകയാണ്. നിലവിലുള്ള നാട്ടിലുള്ള മുഴുവൻ മീഡിയയും നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യവും പിന്നെ പ്രേരിപ്പിച്ചവരും എല്ലാം എക്സ്പോസ്ഡ് ആവും. അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ പോലീസുകാരൻ ഒന്ന് പേടിച്ചു കിട്ടും. അപ്പം അവസാനം വിക്രത്തിനെ വിടാൻ തീരുമാനിച്ചു. വിക്രത്തിനെ ശരിക്കും തലകിട്ടി, കൈകൊണ്ട് ഒപ്പിടാൻ പോലും ആൾക്ക് പറ്റണില്ല. അപ്പൊ വളരെ വിഷമിച്ച് ഇങ്ങനെ പോലീസുകാർ പറഞ്ഞിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കാണ്. അതെ, പേരും അഡ്രസ് എഴുതുക എന്ന് പറഞ്ഞു. ഫോൺ നമ്പരും. അല്ല സാർ, എന്റെ പേഴ്സും ഫോണും എവിടെ സാർ എന്ന് ചോദിച്ചു. അപ്പൊ പോലീസുകാരൻ പേഴ്സും ഫോണും എടുത്തു കൊടുത്തു. അപ്പൊ പേഴ്സിനകത്ത് പൈസ ഇല്ല കേട്ടോ. അല്ല സാർ, ഇതിനകത്തുണ്ടായിരുന്ന പൈസ എവിടെ സാർ എന്ന് ചോദിച്ചു. അഡ്രസ്സ് പറഞ്ഞിട്ട് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. ഓ, അതും അടിച്ചു മാറ്റിയല്ലേ, ഏളെന്നൊക്കെ പട്ടിയുടെ കീർന്നക്കി പട്ടി എന്ന് പറഞ്ഞു. എന്റെ കാശ് ഇങ്ങോട്ട് തന്നു സാറേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എസ് ഐ അങ്ങോട്ടേക്ക് വന്നു. സർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവനെടുത്ത പൈസ നേരെ തിരിച്ച് വിക്രത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ വിക്രത് വാങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അവസാനം എന്താ പറയാ, അഡ്രസ്സ് എഴുതാൻ അവനെ കൊണ്ട് പറ്റുകയില്ല. കൈ അത്രയ്ക്ക് പറ്റില്ലാത്ത അവസ്ഥയിലെത്തി. ഇടി കൊണ്ട് ശരിക്കും കിട്ടി. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അഡ്രസ്സ് പറയടാ എന്ന് ചോദിച്ചു. വിക്രം, സൺ ഓഫ് സുധാകരൻ മാസ്റ്റർ, പിന്നെ തോട്ടപ്പടി. ഓ, അതാണ് അഡ്രസ് എന്ന് പറഞ്ഞു. സാറേ എഴുതിക്കോ സാറേ. തോട്ടപ്പടി എവിടെയാ? ജംഗ്ഷനിൽ ചെന്നിട്ട് സുധാകരൻ മാഷിന്റെ വീട് ചോദിച്ചാൽ മതി, ആരും കാണിച്ചു തരും സാറേ എന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഇവന് കിട്ടാനുള്ളതെല്ലാം കിട്ടി. അവനെല്ലാം മേടിച്ചിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേനും ആള് പെട്ടെന്ന് സ്കിഡായി പോയി. കാലിനൊക്കെ നല്ല അട്ടി കിട്ടിയിട്ട് നടക്കത്തില്ലല്ലോ. അപ്പൊ ആള് വീഴാൻ ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും വേഗം തന്നെ വേദ കയറി പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ ഒന്ന് നോക്കി കുറച്ചു നേരം നിന്നിട്ട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. വേഗം വിക്രം, എന്നെ ഒരിക്കലും കാണില്ലെന്നാ വിചാരിച്ചത്. ഇവിടെ വന്നതിലും എന്നെ പുറത്തിറക്കാൻ കാണിച്ച മനസ്സിനും സന്തോഷം. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ വിട്ടേരെ, ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാ. പിന്നെ നിന്റെ കഴുത്തിലെ ചരട് അത് നിനക്ക് സൂട്ടാവുന്നില്ല, അതങ്ങ് അഴിച്ചു കളഞ്ഞേരേ എന്ന് പറഞ്ഞു. പൊട്ടിച്ച് കളഞ്ഞേരേ എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കാൻ ശ്രമിക്കാം, ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പക്ഷെ എങ്കില് വേദയ്ക്ക് അത് പൊട്ടിച്ചു കളയാൻ ഒട്ടും മനസ്സില്ല. അതാണ്. അപ്പം പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും കൂട്ടുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അവരൊക്കെ കൂടെ വിളിച്ച് വിക്രത്തിനെ ഓട്ടോറിക്ഷ കയറ്റാണ്. അപ്പൊ വിക്രം, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് എന്ന് ചോദിച്ചു. വേഗം വേദ, നീ എങ്ങോട്ടാ പോകേണ്ടത്? നിന്റെ വീട്ടിലേക്ക്. എന്താ, നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി നിനക്ക് അറിയത്തില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു. വിക്രം, ഞാൻ വീട്ടില് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ആള് നേരെ തന്നെ ഓട്ടോറിക്ഷ കയറി നേരെ അങ്ങ് പോവാണ്. ഇതൊരു കളി തമാശയായിട്ട് മാത്രമേ വിക്രം കണ്ടിട്ടുള്ളൂ, ഒരിക്കലും ഒരു സീരിയസ് ആയിട്ട് കണ്ടതേ ഇല്ല. പക്ഷെങ്കിലും വേദയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ശ്രീകാന്തിനെയാണ്. ഇപ്പൊ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നിട്ട്, വേദ, നീ ആർക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ അനുഭവിക്കുന്നത്? സ്റ്റേഷനിൽ നിന്ന് നീ രക്ഷിച്ച് ഇറക്കി വിട്ടത് ഒരു കൊടും ക്രിമിനലിനെയാണ്. അവന് വേണ്ടിയിട്ടാണോ നീ വീട്ടുകാരെ ധിക്കരിച്ച് ഈ പെരുവഴി വന്ന് നിൽക്കുന്നത്? പറയ നീ. എന്തായാലും നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു. ഏത് വീട്ടിലേക്ക്? നമ്മുടെ വീട്ടിലേക്ക്. എന്താ പറയാ, ഇങ്ങനെ ഒരാള് കെട്ടിയ താലിയും കൊണ്ട് പടി കിടക്കരുതെന്നല്ലേ ഉത്തരവ്? അത് പിന്നെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാ. പക്ഷെ ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങൾ പറയുന്ന ഈ ക്രിമിനലാണ്. അതുകൊണ്ട് അയാളുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾക്കൂടി അംഗീകാരം കിട്ടിയാലേ ആ വീട് എന്റെ വീടാവുള്ളൂ. ഈ അഹങ്കാരത്തിന് നീ അനുഭവിക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെട്ട ശ്രീകാന്ത അങ്ങോട്ടേക്ക് പോയി. അപ്പൊ വേദ കുറച്ചു നേരം നിന്നു. ഇനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിക്കാണ്. അപ്പം നേരെ വേദ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോകാൻ തന്നെയാണ് നോക്കുന്നത്. പിന്നെ കാണുന്നത് വിക്രത്തിന്റെ വീട്ടിലാണ്. അപ്പൊ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അതുപോലെ ചേട്ടന്റെ ഭാര്യമാരുണ്ട്. അപ്പൊ രണ്ടുപേരും ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മ ഭയങ്കര ടെൻഷനിലാണ്. അപ്പം എന്താ പറയാ, അമ്മേ ഈ കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കുക. അപ്പൊ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇത്ര നേരമായിട്ട്. അവനെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവന്റെ കാര്യം അങ്ങനെയൊക്കെയല്ലേ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ആശ്വസിച്ചപ്പോ, നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഞാനൊരു അമ്മയല്ലേ, എന്റെ മാനസികാവസ്ഥ അറിയോ? ഇവൻ പറഞ്ഞതല്ലേ വിനയൻ ഇന്നലെ അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടു എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ?
കണ്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ വിട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ, എന്താ അതിനർത്ഥം? അവൻ ശ്രീനിവാസന്റെ അണിയല്ലേ, മിക്കവാറും പോകുന്ന വല്ല ലാത്തി ചാർജ് പോൾസ് പിടിച്ചതായിരിക്കും. അമ്മ ഒന്ന് അടങ്ങ്. എനിക്കറിയാം, എങ്ങനെയായാലും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അവന്റെ അച്ഛന്മാരും അവന്റെ അച്ഛനും നിങ്ങൾ ചേട്ടന്മാരും ഒക്കെ അവനെ അടുപ്പിക്കില്ലല്ലോ. അതിന് അമ്മ കരഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ കുഴപ്പം കൊണ്ടല്ലേ. ഏത് നേരവും ആ ശ്രീനിവാസന്റെ കൂടി അയാൾക്ക് വേണ്ടി ജീവിക്കുമല്ലേ. എപ്പോ വേണമെങ്കിലും ഏത് നേരത്തെങ്കിലും കയറി വരുമെന്നല്ലാതെ ആ വീടിനോട് അല്ലെങ്കിൽ ഈ വീടിനോട് ഇത്ര അടുപ്പല്ലേ അവനുള്ളൂ എന്ന് ചോദിച്ച് ഇവരിങ്ങനെ ചൂടാകുകയാണ് കേട്ടോ. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെ കൊണ്ട് ഈ കൂട്ടുകാരെല്ലാവരോടും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഇവനെ പിടിച്ചിങ്ങനെ നടക്കത്തില്ലല്ലോ, അപ്പൊ കൈ താങ്ങി പിടിച്ചാ വരുന്നത്. അപ്പൊ കമല വേഗം ചെന്നിട്ട് മോനെ എന്ത് പറ്റിയടാ നിനക്ക് എന്ന് ചോദിച്ചു. ബൈക്കിൽ നിന്ന് വീണതാമേ എന്ന് പറഞ്ഞു. അയ്യോ നോക്കി ഓടിക്കണ്ടേ, നിനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല, കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് വിക്രം പറഞ്ഞു. അല്ല നീ ഇന്നലെ പോലീസ് ജീപ്പിൽ പോണ കണ്ടല്ലോ, അതെന്തിനാ എന്ന് വേഗം തന്നെ അപ്പുറത്ത് നിന്ന് വിനയൻ ചോദിക്കാണ് കേട്ടോ. അപ്പൊ ഒന്നും മിണ്ടിയില്ല അവൻ എന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ മുഖ്യമന്ത്രിയുടെ ജാതിക്ക് കൈയും കൂടി കാണിച്ചതിനാ എന്ന് പറഞ്ഞു. ഓ ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ഇവന്റെ ഒരു ട്രെൻഡ്, അതുകൊണ്ട് സംഭവിച്ചതാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് ഇവര്. അപ്പൊ ഇവനിങ്ങനെ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കി. അപ്പൊ ചേട്ടന്മാർക്കും പേടിയാണ് കേട്ടോ, കയ്യിലൊക്കെ ചോറ് തളിച്ചുണ്ടല്ലോ, അതെ വീണപ്പോ ഉണ്ടായതാ. നീ ഇപ്പൊ ഇവന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക ഇവർക്കും എന്ന് പറഞ്ഞു. വേണ്ട ഞങ്ങൾ ഇറങ്ങട്ടെ, വിക്രം ചൂടുവെള്ളത്തിൽ നന്നായി കുടിക്കുക, നിക്ക് മക്കളെ കഴിച്ചിട്ട് പോവാം. വേണ്ടമ്മേ വർഷോപ്പിൽ കുറെ പണിയുണ്ട്, എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടവര് പോയി കേട്ടോ. നന്ദിനി വാ, ഏട്ടത്തി കുടിക്കാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാടി. എന്താണെങ്കിലും നമുക്ക് വിക്രം എത്തുന്നതിന് മുൻപ് നമുക്ക് എത്താം. എന്റെ മോനെ ഈ കറക്കും ചുറ്റിക്കളി ഒന്ന് നിർത്തണം നീ. ഏത് നിലയിലേക്ക് ഉയർന്നു വരേണ്ട ആളായിരുന്നു നീ. ഏതൊക്കെ ജോലിസ്ഥരെ കണ്ടു, ഏതൊക്കെ അമ്പലത്തിൽ ഞാൻ നേർന്നു, എന്നിട്ടും എന്റെ മോന്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞ് കമല നെഞ്ചത്തടിച്ച് കരയാണ്. എന്റെ മോന്റെ തലവര നേരെയാക്കാൻ കഴിവുള്ള ആരെങ്കിലും ഇവന്റെ ജീവിതത്തിൽ ഉണ്ടാവണേ എന്നാണ് ഇവരുടെ പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇവനെ കൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവാണ്. വേദ ഈ സമയത്ത് നമ്മുടെ വിക്രത്തിന്റെ രാധയുടെ ഉണ്ടല്ലോ ഓട്ടോറിക്ഷയെ കൈ കാണിച്ച് നിർത്തിയിട്ട് അവള് വയാടിയുടെ ഓട്ടോറിക്ഷയെ കയറുകയാണ്. കയറിക്കോ മാഡം എന്ന് പറഞ്ഞു. എങ്ങോട്ടാ മാഡം? തോട്ടപ്പടി. തന്നെ കൃത്യം കയറി എന്താ പറയാ വേദ നേരെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. ആള് കരഞ്ഞ് സങ്കടപ്പെട്ടാട്ടോ പോണത്. മാഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാഡത്തിന് എന്തോ വിഷമമുണ്ടോന്ന് തോന്നുന്നോ? മേഡത്തിനെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയില്ല എന്നും തോന്നുന്നു. എന്തെങ്കിലും ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിയതാണോ? അല്ല നമ്മളെ ഈ ഓട്ടോക്കാര് പല തരത്തിലുള്ള ആൾക്കാരെ കാണുന്നതല്ലേ, അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മാഡം. മേഡത്തെ കണ്ടപ്പോ കല്യാണം കഴിഞ്ഞേ അധികമായിട്ടില്ല എന്ന് തോന്നുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല 2 ദിവസമേ ആയിട്ടുള്ളൂ. ഓഹോ അങ്ങനെയാണോ? അപ്പൊ 2 ദിവസം കൊണ്ട് കുഴപ്പമുണ്ടാക്കിയോ? അയാൾ കൊള്ളാലോ മാഡം, പോലീസിൽ ഏൽപ്പിക്കണം മാഡം എന്ന് പറഞ്ഞു. അപ്പം അല്ല വേറൊന്നും തോന്നരുത് കേട്ടോ മാഡം, നമ്മൾ ഈ പെണ്ണുങ്ങളൊന്ന് താഴ്ന്നു കൊടുത്താലേ അപ്പ തലേ കയറി ഇരിക്കും ഈ ആണുങ്ങള്, അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ മാഡം എന്ന് പറഞ്ഞു. അല്ല തോട്ടപ്പടിയിലാണോ വീട്? അല്ല ഒരാളെ കാണാൻ പോകുന്നതാ. അതെയോ, എന്റെ വീട് അവിടെയാ. ആരെ കാണാനാ പോണതെന്ന് പറഞ്ഞില്ല? വിക്രത്തിനെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ആള് സ്റ്റക്കായി. രാധ വേഗം വണ്ടി നിർത്തി. വിക്രത്തിനെ കാണാനാണോ? ഹോ എങ്ങാ പിന്നെ മേഡത്തിന്റെ ഇഷ്യൂ എന്തായാലും അവസാനിച്ചു എന്ന് വിചാരിച്ചോ മാഡം? വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. വിക്രം എന്ന് വെച്ചാൽ ആരാന്നാ? ഹീറോയാണ്, ഹീറോ. മനസ്സിൽ വിക്രത്തെ കൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷെ ആളുടെ സ്വഭാവം വെച്ച് ഈ മാതിരി കൊട്ടേഷനൊന്നും അത്ര പെട്ടെന്ന് ഏറ്റെടുക്കാനൊന്നും വഴിയില്ല മാഡം. സാരമില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്ത് എല്ലാം ശരിയാക്കി തരാം മാഡം. മേഡം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവളെ നേരെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോഴാണ് നമ്മുടെ സുകുമാരൻ മാസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛൻ വന്നപ്പോഴത്തേനും ഇവന് ജ്യൂസൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കമല. അയ്യോ കമലേ നീ കൊള്ളാലോ, അതെ നീ ജ്യൂസ് കൊടുക്കുവാണോ മോനെ എന്ന് ചോദിച്ചു. അല്ല ഇവൻ ബൈക്കിൽ നിന്ന് വീണൂന്നേ, അതുകൊണ്ട് ചതവും അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ജ്യൂസ് കൊടുക്കുക. കമലെ അല്ല നിനക്കത് വേണം കമലെ, ജ്യൂസും പാലും ഹോർലിക്സും പാൽക്കനിയും ഒക്കെ കൊടുക്കണം നീ അവന്. ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി തല്ലു പിടിക്കുമ്പോ ആരോഗ്യം നോക്കണ്ടായോ? അതെ വാഴയ്ക്കും പച്ചക്കറിക്ക് ഇടാനുള്ള വളം വാങ്ങാൻ വെയിലായാലും മഴയാണെങ്കിലും ഞാനുണ്ടല്ലോ, നീ ജ്യൂസ് കൊടുക്ക, ഒണ്ണാക്കിലേക്ക് ഒഴിച്ച് തന്നെ കൊടുക്ക എന്ന് പറഞ്ഞുകൊണ്ട്
അച്ഛൻ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയി. അപ്പൊ ജ്യൂസ് കുടി മോനെ, നീ അച്ഛൻ പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞു. അതൊന്നുമല്ല, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് വിക്രം അമ്മയോട് ചൂടാകാണ്. നമ്മുടെ വേദനയും കൊണ്ട് അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ആള്. അപ്പൊ ആളെത്തി. അപ്പൊ വേഗം തന്നെ ചേച്ചി ഇവിടെ നിൽക്ക എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് ചെന്നു. അല്ല ചേച്ചി, എന്താ പരിപാടി? അല്ല അല്ല, ഇതാര്? എന്റെ പൊന്ന ഹീറോ, ഓരോ ദിവസം ചെല്ലുന്നോറും ഇങ്ങനെ ഫേമസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനേ ഈ ഓട്ടോ പണി നിർത്തി, ഞാൻ സെക്രട്ടറി ആവൂട്ടോ. തിരക്കുള്ള ആളല്ലേ അമ്മേ, പിന്നല്ലാണ്ട് നീ വന്ന കാര്യം പറയാമോട്ട് എന്ന് പറഞ്ഞു. അയ്യോ, ഇതെന്തു പറ്റി? നീ വന്ന കാര്യം പറയണേ. കസ്റ്റമറുമായിട്ട് വന്നതാ എന്റെ പൊന്നു ബായി. കസ്റ്റമറോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം ആള് ചെന്നിട്ട്, അതെ മാഡം, അവിടെ ഇരിക്കാണ്ട് അകത്തേക്ക് വന്നോളൂ. വിക്രം ആളിവിടെ, മാഡം അന്വേഷിച്ച് വന്ന ആളിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വേദന കണ്ട് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ഇവൻ. വിക്രത്തിന്റെ ആകെ റിലേ പോയി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ചേച്ചിമാരും ബാക്കി എല്ലാരും ഓടി ഉണ്ട് കേട്ടോ. മാഡം കാര്യം പറഞ്ഞാൽ മതി, ഇങ്ങനെ ഇപ്പൊ ശരിയാക്കി തരും എന്ന് പറഞ്ഞു. അപ്പൊ വേദ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ നമസ്കാരം അമ്മേ എന്ന് പറഞ്ഞു. നമസ്കാരം. അല്ല, ഈ സുകുമാർ റിട്ടയർഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർ സുധാകരൻ മാഷ് എന്ന് ചോദിച്ചു. അപ്പൊ മാഷും ദേണ്ട അകത്തുനിന്ന് ഇറങ്ങി വരുവാണ്. ഞാനാണ്. ആരാ, എവിടുന്നാ, എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കാലിൽ വീണ് ഇവള് അനുഗ്രഹം വാങ്ങുന്നു. അല്ല കുട്ടി, ഞങ്ങളുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചോ. നിങ്ങളാണോ അച്ഛനും അമ്മയും എന്ന് ചോദിച്ചപ്പം അതെ എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഇവര് നേരെ വരുന്നത്. അപ്പൊ ഇവിടെ നിന്നവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല. അല്ല എന്താ മോളെ എന്ന് ചോദിച്ചപ്പം ഞാൻ നിങ്ങളുടെ മരുമകളാ എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി. ഇതെന്താ ഇവള് പറയണത് എന്നോർത്ത്. മരുമകളോ? മാഷിന്റെയും എന്താ പറയാ കമലയുടെയും നിങ്ങളുടെ ഇളയ മകൻ വിക്രമിന്റെ ഭാര്യ, ഈ വീടിന്റെ പുതിയ മരുമകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവള് നേരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചു. വിക്രം, എന്താടാ ഇവൻ പറയുന്നത്? ഒരു തവണ പറയാൻ നിനക്ക് മനസ്സിലാവില്ലേ? നീ എന്നെ അപമാനിച്ചു, തല്ലി. ഞാൻ ആ ദേഷ്യത്തിന് താലി കെട്ടി, അതോടെ തീർന്നു. മനസ്സിലായല്ലോ എന്ന് വേദയോട് വിക്രം വേഗം ചോദിക്കാണ്. ഓഹോ, നിങ്ങൾക്ക് അങ്ങനെ പറയാം അല്ലേ? എന്ത് സിമ്പിൾ ആയിട്ടാ. അപ്പൊ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. പൊട്ടിച്ചെറിഞ്ഞ നിന്റെ വഴിയെ പോയിക്കൊള്ളാൻ ഞാൻ പറഞ്ഞതാണ്. അതല്ല, ഇതും കഴുത്തിലിട്ടോണ്ട് പ്രതികാരം കഴിക്കാനാണ് ഭാവമെങ്കിൽ ഈ കളി ഇവിടെ കൊണ്ടൊന്നും തീരില്ല. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ മുടങ്ങിപ്പോയത് എന്റെ വിവാഹമാണ്, അപ്പോഴോ എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ? ഇത് കാരണം ഉപേക്ഷിക്കേണ്ടി വന്നത് എനിക്ക് എന്റെ വീടാണ് ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇതിൽ കൂടുതൽ ഇനിയിപ്പോ എന്താ സംഭവിക്കാനുള്ളത്? മതി, നിർത്ത്. ഒരു മഞ്ഞച്ചെടി കെട്ടി നിർത്ത് വിഡ്ഢിയാക്കരുത്. ഒരാളല്ല, ഒരാവശ്യത്തിന് പറ്റിപ്പോയതാ. അതാലോചിച്ച് ലൈഫ് സ്പോയിലാക്കാതെ ഇറങ്ങി എന്താ പറയുക, നീ മര്യാദക്ക് ജീവിക്കാൻ നോക്ക. ലൈഫ് സ്പോയിലായി പോയി, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഞാൻ താലി കുട്ടിയോണ്ട് നീ ഇങ്ങോട്ട് വന്നു, മറ്റൊരുത്തൻ താലി കിട്ടിയാല് നീ അങ്ങോട്ടേക്ക് പോവോ എന്ന് ചോദിച്ചു. ചോദിച്ച പട്ടി വേദക്കായി ചുരുട്ടി ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു ഇവന്റെ ചെകിടത്ത്. വിക്രമിന്റെ ചെകിടത്താണ് കൊടുത്തത് കേട്ടോ. അപ്പൊ ഇത് വല്ലാത്ത ഷോക്കായി പോയി. നീ എന്നെ മാത്രം തല്ലാറായോടി, എന്റെ നേരെ കൈ വെക്കുന്നോടി എന്ന് പറഞ്ഞു. കൈ ഇങ്ങനെ ഉയർത്തിയപ്പോ ഡാ എന്ന് വിളിച്ചു അച്ഛൻ. മാഷ അങ്ങനെ വിളിച്ചപ്പോഴത്തേനും വേഗം കൈ താത്തിട്ടു കേട്ടോ. പെട്ടെന്ന് തന്നെ എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിനക്ക് എന്ത് തോന്നിവാസം കാണിക്കാമെന്നാണോ നീ വിചാരിച്ചത്? ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു, മര്യാദയ്ക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. സാധ്യമല്ല. കഴുത്തിൽ പിടിച്ച് തള്ളണോ നിന്നെ എന്ന് ചോദിച്ചു. മാറി നിൽക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞച്ഛൻ. എന്നിട്ട് മര്യാദയ്ക്ക് മോളെ, ആരാ നീ, എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചു. ഞാൻ അത് പിന്നെ എന്റെ പേര് വേദ, ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മകളാണ് എന്ന് പറഞ്ഞു. ഞെട്ടി ഇവരെല്ലാരും. ജില്ലാ ജഡ്ജ് ശങ്കരനാരായണന്റെ മകളോ എന്ന് ചോദിച്ചു. അതെ. എന്റെ പൊന്നോ, എല്ലാവരും ഒന്ന് എന്താ പറയാ ഇരുന്നങ്ങോട്ട് ഐസായി പോയി എന്ന് പറഞ്ഞാ മതി. യോ എന്ന് പറഞ്ഞ ആ ചേട്ടന്മാരും. അത് പിന്നെ മോളെ, നീ എവിടെ കിടക്കുന്നു? ഈ തെമ്മാടി എവിടെ കിടക്കുന്നു? നീ എന്താലോചിച്ചാ മോളെ? ഈ വൃത്തികെട്ടവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എങ്ങനെ ഒന്ന് പറ മോളെ, ഞങ്ങക്ക് മനസ്സിലാവണില്ല. ആയിട്ട് തന്നെ വേദ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ നടന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ എന്റെ മോളെ കുട്ടി പറയുന്ന ഒന്ന് കേക്ക്. എന്റെ മകൻ തനി തെമ്മാടിയ ഒരു ഗുണ്ടയാണ്. അതുകൊണ്ട് പറയാ മോളോട്, നല്ല മടിയും തല്ലും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്നോ അതെന്ത് ചിന്തിക്കാനുള്ള വെളിവില്ല, അതിനുള്ള ഹൃദയം അവനില്ല. പക്ഷേ ജനിപ്പിച്ചു വിട്ട ഒരു പാപം ചെയ്തു പോയവനാണല്ലോ ഞാൻ. അതുകൊണ്ട് മാത്രം എന്റെ മോള് ഒന്ന് ക്ഷമിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ മോളോട് മാപ്പ് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ നമ്മുടെ കമല ഇടപെട്ടു.
മോളെ ഇപ്പൊ നടന്നത് കല്യാണം അല്ല മോളെ, അത് നീ മനസ്സിലാക്കി നീ ഈ ചരട് ഊരിക്കളഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോണം എന്ന് ഈ അച്ഛനും അമ്മയും മാറി മാറി പറയാണ്. ക്ഷമിക്കാൻ പറ്റാത്തതാ എന്റെ മകൻ ചെയ്തതെങ്കിലും മോള് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് കരുതി മോള് തിരിച്ച് വീട്ടിലേക്ക് പോണം എന്ന് പറയുകയാണ് ഇവര്. അപ്പൊ കുറെ നേരം ഇതിങ്ങനെ കേട്ട് നിൽക്കാണ് വേദ. നോക്കൂട്ടി, ഇവനൊരു ടെററിസ്റ്റ് ആണ്. ഇവൻ കിട്ടിയ താലിക്ക് പിന്നെ എന്തിനാ ഇത്ര വില കൊടുക്കുന്നത് എന്ന് വീണ്ടും അടുത്തയാളും ചോദിക്കാണ്. മോളെ ദേ കേട്ടെടുത്തോളം ഇതൊരു വാശിക്ക് ചെയ്തു പോയൊരു കാര്യമാണ്. മനസ്സുകൾ തമ്മിൽ ഐക്യമുണ്ടെങ്കിൽ കെട്ടിയ താലിക്കൊരു ബലമുണ്ടാവുള്ളൂ. നിങ്ങൾ രണ്ടാളും ഒരിക്കലും ചേരേണ്ടവരല്ല. അതുകൊണ്ട് അത് ഊരിക്കളഞ്ഞിട്ട് വീട്ടിലേക്ക് പോണതല്ലേ നല്ലത് എന്ന് ചേച്ചിയുടെ അഭിപ്രായം. ഇതിനേക്കാൾ ഉപരി ഉപദേശിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ഉള്ളവർ കഴിവുള്ളവർ എന്റെ വീട്ടിലില്ലാന്നാണോ ചേച്ചി കരുതിയത്? പക്ഷേങ്കില് ചേച്ചി, ആചാരപ്രകാരം ഏറ്റവും വിശേഷപ്പെട്ട ഒരു മുഹൂർത്തത്തിലാ ഈ താലി എന്റെ കഴുത്തിൽ വീണത്. അതുകൊണ്ട് തന്നെ ഞാന് ഇതാണ് എന്റെ വിധി എന്നോർത്ത് സമാധാനിക്കാനാ എനിക്കിഷ്ടം. ഇതാണ് എന്റെ തീരുമാനവും എന്ന് പറഞ്ഞ വേദ ഇങ്ങനെ നിൽക്കുക. പഠിച്ച കുട്ടിയല്ലേ മോളെ, ഇമ്മാതിരി കാര്യങ്ങൾ പറഞ്ഞ ജീവിതം നശിപ്പിക്കണോ എന്ന് ചോദിക്കുകയാണ് വീണ്ടും അച്ഛൻ. അതെ മോളെ, ഇവന്റെ ജീവിതമോ ഇങ്ങനെയായി, ഇനി നീയും കൂടി അതിന്റെ കൂടെ നശിക്കണോ എന്ന് അമ്മയും ചോദിച്ചു കേട്ടോ. ദേ കുട്ടി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഫീലിങ്സ് ഒന്നും ഇവന്റെ മനസ്സിനില്ല. അത് നീ ആദ്യം മനസ്സിലാക്ക. ചളിയിൽ ചവിട്ടുന്നത് മാത്രമല്ല, അവൻ ചെല്ലുന്നിടവും നാറും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ഒരുത്തന്റെ കൂടെ ഇറങ്ങി പുറപ്പെടരുത് എന്ന് ഇവര് മാറി മാറി എല്ലാവരോടും പറയാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ യോഗ്യത എന്താണെന്ന്? അതോ പറഞ്ഞതുപോലെ കഴുത്തിൽ പിടിച്ച് തള്ളണോ? നീ ഒരു അക്ഷരം മിണ്ടല്ലേ, ഇവിടം വരെ കൊണ്ടെത്തിച്ചില്ലേ നീ? മിണ്ടാതെ ഇറങ്ങിപ്പോയിക്കോണം, ഇറങ്ങിപ്പോവാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ച്. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുന്ന് പോയിക്കോണം, ഇല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്ന് പറഞ്ഞ് വിക്രം വാണിങ്ങി കൊടുത്തിട്ടാണ് വേദയ്ക്ക് വാണിങ്ങി കൊടുത്തിട്ടാണ് ഇവൻ ഇറങ്ങി പോണത്. പക്ഷേങ്കിൽ ആള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉറച്ച തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വരുന്നത് വമ്പൻ ടെസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇനി വേദയുടെ ജീവിതവും വിക്രത്തിന്റെ ജീവിതവും മാറുന്നതും അപ്പൊ അടിപൊളിയൊക്കെ ആയിട്ട് അതിനിടയ്ക്ക് നല്ല ത്രില്ലറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.